ഹലോ ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്നൊന്ന് പുറത്ത് പോകാം കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, പിന്നെ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണേ. സുട്ടൂനെ കണ്ടോ പുതപ്പിച്ച് വെച്ചേക്കണേ. ഇവിടെ ആണെങ്കിൽ ഒരു 6 മണി തൊട്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണേ. അങ്ങനെ ഞങ്ങൾ ആ ഹോട്ടലിൽ ഫസ്റ്റ് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു പൈസയൊക്കെ എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ATM വന്ന് കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. പിന്നെ സുട്ടുൻ്റെ കളിയായില്ലേ, ATM കയറി അങ്ങോട്ട് ഓടുന്നു, അത് പറക്കുന്നു, ചവറ് പറക്കി അതിലിടുന്നു, അങ്ങനെയൊക്കെ കുറേ കളിയായിരുന്നേ. പിന്നെ നമ്മൾ നേരെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അവിടെ അത് അവൻ്റെ കുറേ വാശികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ പിടിച്ചിരുത്തി കേട്ടോ. പിടിച്ചിരുത്തി ഫുഡ് വന്നു. ഷവർമ്മയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് കുറേയൊക്കെ തൊട്ട് നക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പുളിയാന്നാണ് കേട്ടോ പറയുന്നത് ഇത് തിന്നിട്ട്. അങ്ങനെ എൻ്റെ നിന്ന് കുറച്ച് വാരിയൊക്കെ അവൻ കുറച്ച് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവന് വേറെ കളിയായില്ലേ. അപ്പോഴേക്കും സോസ് വന്നു കേട്ടോ. സോസ് കൊണ്ടുവന്നപ്പോഴേക്കും പിന്നെ അത് അവന് എൻ്റെ പ്ലേറ്റിൽ ഒഴിക്കണം, പിന്നെ അവൻ്റെ പ്ലേറ്റിൽ ഒഴിക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അവസാനം ആ സോസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിട്ടോ. അപ്പോഴും ആശാൻ എവിടേക്കോ എന്തൊക്കെയോ പോയി പെറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. പോകുമ്പോഴും നല്ല തണുപ്പായിരുന്നു. സുട്ടുനെ മൂടി പുതച്ചാണ് കൊണ്ടുപോയത്.